സിമ്പിൾ. തച്ചൻ തയ്ച്ച തച്ചൻ തയ്ച്ച അയ്യോ ഇതൊന്നും ഇങ്ങനെ. ഞാൻ സാധാരണ ടങ് ട്വിസ്റ്ററിൽ കുറച്ച് നല്ലതായിരുന്നു. കണ്ണു വെച്ചു തോന്നുന്നു. നമുക്ക് ക്യാരക്ടറിന് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, എല്ലാം ഒരു ഇതല്ലേ. എല്ലാം ചേരും. എന്താ ചെയ്യല്ലേ ഇനി അടുത്തതിനെ പറ്റി പാമ്പിന്റെ അടുത്ത് നിർത്തിയിട്ട് എന്നോട് പേടിക്കരുതെന്ന് പറഞ്ഞാൽ എനിക്ക് അതെ, ഞാൻ ചെല്ലുമ്പോ ഇവരെല്ലാരും ഒരു പാനായിട്ട് വെക്കട്ടെ. വേറൊരു രസം അറിയോ, മലയാളം വായിക്കാൻ ഇപ്പോഴും അറിയത്തില്ല. അടിപൊളിയായിരിക്കും. പറഞ്ഞു ഞാൻ പോയിട്ട് വരാം. ഹായ്, ഹലോ, നമസ്കാരം. ദിസ് ഈസ് മീ എംബി ഹിയർ. ഓർമ്മചിത്രം എന്ന സിനിമയുടെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കാനുണ്ട്. സിനിമയിലെ നായകൻ നമ്മുടെ ചേരുന്നു. നമസ്കാരം. ഹായ്. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഇന്ന് നല്ല വിശേഷം. രാവിലെ തൊട്ടിങ്ങനെ ഡിന്നർ ചെയ്ത് നല്ല പൊളി വൈബ് ആയിട്ടിരിക്കുകയാണ്. ഈ ഒരു ബെത്ത കെട്ട ഇപ്പൊ വീഴുന്ന അവസ്ഥ. എന്തുണ്ട് മനസ്സ് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഈ പറഞ്ഞ രാവിലെ മുതൽ ഇങ്ങനെ ഓടി 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 നമ്മുടെ നടത്തില്ലല്ലേ? അതെ, അതാണ് സന്തോഷം. ഓർമ്മചിത്രം ആ ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വിന്റേജ് മോഡലുള്ള ടൈറ്റിൽ ഫീൽ ചെയ്യുന്നു. ശരിക്കും അങ്ങനെ ഒരു വിന്റേജ് മോഡലുള്ള കഥയാണോ? കാലഘട്ടം വിന്റേജ് ഒരു കാലഘട്ടമാണ്. കുറച്ചൊരു പഴയ കാലഘട്ടത്തിലെ കഥകളാണ്. കുറച്ച് പറഞ്ഞ പഴയ റൊമാൻസ്. ചിലപ്പോ എനിക്ക് തോന്നുന്നു ചെറിയ ചെറിയ മെലഞ്ചിറ്റി പ്രേമൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ഒരു ജനറേഷന് ക്രിഞ്ചടിക്കോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. മനസ്സെങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഹരിചേട്ടൻ? ഒരു ചോക്ലേറ്റ് ബോയ് ആണോ? ചോക്ലേറ്റ് ഏതാണോ? ഹരിചേട്ടനെ എനിക്ക് പേഴ്സണലി പരിചയമില്ലായിരുന്നു മൂവിക്ക് മുമ്പ്. വളരെ നല്ല ചേട്ടനായിരുന്നു. വളരെ. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടൊന്നും ഇല്ല. അപ്പൊ അതിന്റെ ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ സെറ്റിൽ വന്ന ആദ്യത്തെ ദിവസം തന്നെ എന്താ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഇപ്പൊ സീൻസ് ചെയ്യുമ്പോഴായാലും ഭയങ്കര കോപ്പറേറ്റീവ് ആണ്, ഹെൽപ്ഫുൾ ആണ്. ഹരിചേട്ടൻ അതാണ് തോന്നുകയില്ല. പക്ഷെ നല്ല രസമായിരുന്നു. എനിക്ക് കൂടുതലും കോമ്പിനേഷൻസ് ഉള്ളത് ഹരിചേട്ടനായിട്ട്. എനിക്ക് കാരണം ഞങ്ങളുടെ പോർഷൻ വരുന്ന ഒരു കോളേജ് ലവ് ട്രാക്കില്ല. അപ്പൊ എനിക്ക് ആകെ കോമ്പിനേഷൻ ഉള്ളത് ഹരിചേട്ടനും പിന്നെ മീര ചേച്ചിയും. അങ്ങനെയാ. ലവർ ബോയ് ആയിട്ട് വരുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ലവർ ബോയ് ആയിട്ടാണല്ലോ ഇപ്പൊ ഞങ്ങളുടെയൊക്കെ മനസ്സിലായി യാർഡ്ലി. അതല്ലേ നമുക്കിപ്പോ ആദ്യം ഓർക്കുമ്പോ പക്ഷെ ഇങ്ങനത്തെ ഒരു ഗെറ്റപ്പാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തതും. നമുക്ക് കുറച്ചധികം ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കുമ്പോഴായാലും ഈ ഗെറ്റപ്പല്ലേ നമ്മൾ സ്ഥിരം കാണുന്നത്. അപ്പൊ ഞാൻ വന്നു കഴിഞ്ഞ് ഷോർട്ടിന് റെഡി ആയി വന്നത് ഫുൾ ക്ലീൻ ചെയ്യില്ല. അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു ആള് മാറിയല്ലോ. അങ്ങനെ ഹരിചേട്ടൻ ലുക്ക് താടി ഉള്ളപ്പോഴാണോ താടിയില്ലാത്തപ്പോഴാണോ? അല്ലേ ഇതെന്താ ആക്ച്വലി വരാ തിരിച്ചു ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ചോദിച്ചതാ, ഒപ്പീനിയൻ ചോദിച്ചതാ. നിന്നോട് ചോദിച്ചപ്പോ എനിക്കോ താടി ഉള്ളതാണോ ഇല്ലാത്താണോന്നല്ല അങ്ങനെയൊക്കെ ചോദിച്ചാൽ അതെനിക്കറിയില്ല. രണ്ട് ലുക്ക് വൈസ് പുള്ളിക്കാരൻ ചേരുന്നത്. നമ്മുടെ ആടൊക്കെ ഇറങ്ങിയ സമയത്ത് നമ്മുടെ ലോലിനുള്ള കഥാപാത്ര ഫേസ് അപ്പൊ പല പേജസിലൊക്കെ ആ ഫേസ് വെച്ചിട്ടായിരുന്നു സ്റ്റിക്കറുകളൊക്കെ. അപ്പൊ എങ്ങനെ ലുക്ക് വൈസ് ഒക്കെ എങ്ങനെ പുള്ളിക്കാരൻ താടിയുള്ള കട്ടക്കൽപ്പനായിട്ടുള്ള ഒരാളിട്ടാണോ ലോല മനസ്സുള്ള ആ ലുക്കാണോ? അല്ലേ കട്ടക്കലിപ്പൻ ലുക്ക് ചേരുന്നുണ്ട്. പിന്നെ ഇപ്പൊ നമ്മുടെ ഈ പോസ്റ്റർ നമുക്ക് ക്യാരക്ടറിന് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. എല്ലാം ഒരു ഇതല്ലേ, എല്ലാം ചേരും. എന്താ ചെയ്യല്ല. ശരിക്കും പറയാം, ഇവരോട് നല്ലത് മാത്രം പറയുന്നത് നമുക്ക് പരസ്പരം പൊക്കി അടിക്കത്തുള്ളൂ. ഒരാളുടെ നെഗറ്റീവ് പറയാം. ഇപ്പൊ ഹരിചേട്ടൻ മാനസയുടെ നെഗറ്റീവ് പറയാം, മാനസ ഹരിചേട്ടൻ നെഗറ്റീവ് പറയാം. ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? അതല്ല, നെഗറ്റീവ്സ് കിട്ടാൻ നമുക്ക് ഒരാളെ കുറച്ചും കൂടെ അറിയണം. എന്നുവെച്ചാ ഞാൻ പറയും നെഗറ്റീവ് ഭയങ്കര പേടിത്തൂല.
ശരിക്കും എന്തൊക്കെ ഇമേജ് വെച്ചിരുന്നൊക്കെ ഒറ്റയടിക്ക് പാമ്പിന്റെ അടുത്ത് നിർത്തിയിട്ട് എന്നോട് പേടിക്കരുത് പറഞ്ഞ എനിക്ക് പേടിക്കാതിരിക്കാൻ ഇതേ പുഴുന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആക്ട് ചെയ്തതാ. ഞങ്ങൾ അഭിനയിച്ചതാണ്. ഭയങ്കര natural. ഒരു പുഴുവിനെ കണ്ടാൽ എങ്ങനെ മേടിക്കാം അല്ലേ? സംഭവം മനസ്സിലായോ പാമ്പിനെ പേടി? ഞങ്ങളുടെ ഷൂട്ട് സർപ്പക്കാവിലായിരുന്നു. അപ്പൊ സർപ്പക്കാവിൽ പോയപ്പോ തന്നെ അവിടുത്തെ മറ്റേ ഈ സിനിമയിലൊക്കെ വോൺ ചെയ്ത പോലെ അവിടുത്തെ അമ്മൂമ്മ പറഞ്ഞു, ഒന്നും വേണ്ടത്, അവിടെ 8 കാലിൽ ഇരുന്നാ മതി. ഉണ്ടോ ഇനി? അവിടുത്തെ അമ്മൂമ്മ ഞങ്ങളെ വോൺ ചെയ്ത വിട്ടിരുന്നു. അയ്യോ അവിടെ ലൈറ്റ് ഒന്നും വെക്കാൻ പാടില്ല, കാരണം അതവർക്ക് ഭയങ്കര ഒരു ഗോഡ്ലി സ്ഥലമാണ്. അവിടുത്തെ ആനിമൽസിനെയും മരങ്ങളൊക്കെ അവര് ഭയങ്കരമായിട്ട് പ്രിസർവ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെ പോയിട്ട് ചെരുപ്പില്ലാതെ നടക്കണം, മൊത്തം കരിയല. അപ്പൊ അതിനു മുമ്പേ തന്നെ നമ്മുടെ മേക്കപ്പിലെ ചേട്ടന്മാരൊക്കെ പറഞ്ഞു അവരിങ്ങനെ ഒരു കല്ലിന്റെ പുറത്തിരിക്കുകയായിരുന്നു. അപ്പൊ കാലിൽ എന്തോ ഒരു നനഞ്ഞ് തണുത്തൊരു സാധനം ഇങ്ങനെ കേറി വന്ന് നോക്കിയപ്പോ അത് പാമ്പ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഈ കാര്യം പറഞ്ഞു. എന്നിട്ട് പിന്നെ എല്ലാരും പറഞ്ഞു ഇങ്ങനെ ആ കല്ലിന്റെ ഇടയിലാണ് ഈ പാമ്പിന്റെ സ്ഥലം, ഇങ്ങനെ ഇറങ്ങി പോയി വരുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എങ്ങനെയോ ഷോട്ടിന് നിന്നു. തിരിച്ചു പോകാൻ പോയപ്പോ ഞങ്ങളുടെ മുമ്പിൽ കൂടെ ഒരു പാമ്പ്, ചെറിയ പാമ്പ് അതുവഴി കഴിഞ്ഞു പോയി. ഒരു ചെറിയ വിഷമുള്ള പാമ്പ്. പിന്നെ കുറെ നേരത്തേക്ക് ഷൂട്ട് ബ്രേക്ക് ആയിരുന്നു. വീട്ടിൽ ചെന്ന് കേറിയിട്ട് മാത്രം. അങ്ങനെ പാമ്പിനെ കണ്ടു. അവിടെ കുറെ പേര് പാമ്പിനെ കണ്ടു ആക്ച്വലി, കാരണം സർപ്പക്കാവല്ലേ. പിന്നെ ആണല്ലോ. അപ്പൊ പിന്നെ അവിടെ പാമ്പ് കാണുമല്ലോ. പാമ്പുകൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങനെ വെക്കോണ്ടിരിക്കുക. എന്നതല്ല, അത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവിച്ചു പോയി. അപ്പൊ അതുകൊണ്ട് ഞാൻ പേടിച്ചു. മനുഷ്യനായി പോയില്ലേ? ഈ പറയുന്ന ആളുടെ പുറത്തൊരു പാമ്പ് കുറ്റം പറയല്ലേ? ശരി പറയാം, നാളെ ഒരു ആക്ഷൻ പടം അല്ലെങ്കിൽ നാളെ ഇതേപോലെ ഒരു മൃഗങ്ങളുമായിട്ട് ഇടപെടേണ്ട ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ഒരു കഥാപാത്രം വന്നു കഴിഞ്ഞാൽ ചെയ്യൂ. ഞാൻ ഇവിടെ എന്താ ചിക്മംഗ്ലൂരിലൊക്കെ മറ്റേ ലീച്ചുകളുടെ ഇടയിലൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, സോങ് എടുക്കാനും ഇതിനൊക്കെ. പക്ഷെ പാമ്പ് എനിക്ക് കുറച്ച് സീനാണ്, എനിക്ക് പേടിയാ. ഈ മറ്റേ വലിയ എല്ലാവരൊക്കെ പറയുന്ന ആനയെ വരെ മേയ്ക്കാൻ പറ്റും, ചെറിയ പല്ലിയും പാറ്റാൻ കണ്ട, അങ്ങനത്തെ കുറെ ഇതുണ്ട്. എല്ലാം വരും, പാമ്പ്, പുഴു, പാറ്റ. പൊതുവെ കുറച്ച് പേടി ഉണ്ട് ഈ പറഞ്ഞല്ലോ. ചിലപ്പോ ഇപ്പൊ ആ ഷോട്ട് തീരുന്നവരെ അവിടെ നിന്നല്ലേ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ വെച്ചിട്ട് നിക്കാറുണ്ട്. കഥാപാത്രമാണല്ലോ അല്ലേ? അതെ. അപ്പൊ ഹരിച്ചേട്ടാ, അപ്പൊ ഒരു കഥാപാത്രം ചെയ്യുമ്പോഴും നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ, നമ്മൾ ഇത് എന്റെ കഥാപാത്രം പ്രേക്ഷകർ ഇങ്ങനെ ഞാനായിട്ടല്ല ആ കഥാപാത്രമായിട്ട് രജിസ്റ്റർ ചെയ്യണം എന്നുള്ള. ചേട്ടൻ ചെയ്ത മിക്ക കഥാപാത്രങ്ങൾ പോലും മലർവാടി തൊട്ട് ഇന്ന് ഇപ്പൊ ചെയ്യുന്ന ഓർമ്മചിത്രത്തെ കഥാപാത്രമായ പോലും ആളുകൾ അങ്ങനെ കഥാപാത്രം രജിസ്റ്റർ ചെയ്യണം ആഗ്രഹിക്കണോ? ഇതൊരു കലാകാരൻ അങ്ങനെ ആഗ്രഹിക്കുന്നതാണ്. ചേട്ടൻ ചെയ്ത സിനിമകളിൽ കുറച്ച് കഥാപാത്രങ്ങൾ അങ്ങനെ പ്രേക്ഷകർ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ ഇച്ചിരൂടെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കണം, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഓഫ് കോഴ്സ്, ഞാൻ എന്റെ ഏത് സിനിമ ഒരു സീൻ കണ്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഡബ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തോന്നും അയ്യോ അത് കുറച്ചുകൂടി നന്നാക്കായിരുന്നു. അത് എല്ലാ സിനിമയിലും തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് അവര് ഡയറക്ടറും ഒക്കെ പറയും, പക്ഷെ നമ്മൾ കാണുമ്പോഴത്തേക്കും എന്റെ ഒരു ജഡ്ജ്മെന്റ് വെച്ചിട്ട് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു, അത് അങ്ങനെ ചെയ്തിരുന്ന നന്നായാണ് പിന്നെ തോന്നിയിട്ടുണ്ട്. അത് പക്ഷെ അടുത്ത നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എഴുതിയ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോ നമുക്ക് തോന്നില്ല ഇവിടെയൊക്കെ കുറച്ച് തിരുത്തലുകൾ എപ്പോഴും നടത്തിയിട്ടുണ്ട്. തീർച്ചയായും ഒരു ആർട്ടിസ്റ്റ് നടത്തിയാലേ നിലനിൽപ്പുള്ളൂ. അതെ അതെ, ഇപ്പോഴും നമ്മള് അപ്ഡേറ്റ് ആയിരിക്കണം. ഇപ്പോഴും സ്ട്രഗ്ലിംഗ് ഉണ്ടോ? പിന്നെ ഓഡീഷൻസ് ആയാലും? ഓഡീഷൻസ് അങ്ങനെ ഇപ്പൊ ഇല്ല. അത് സിനിമ കയറാൻ വേണ്ടിട്ട് ഓഡീഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ചാൻസ് ചോദിക്കലും കാര്യങ്ങളൊക്കെ മുറക്ക് നടക്കുന്നുണ്ട്. എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നു. അതിമനോഹരമായിട്ട് പോകുന്നുണ്ട്. എങ്ങനെയാണ്? മലയാളം മാത്രമല്ല തമിഴിലും തെലുങ്കിലും ഒക്കെ പോയി പാൻ ഇന്ത്യൻ സ്റ്റാർ അങ്ങനെ പറയൂ. അതെ, ഞാൻ ചെല്ലുമ്പോ ഇവരെല്ലാരും ഒരു പാനായിട്ട് പാൻ ഇന്ത്യൻ താരം മാനസ രാധാകൃഷ്ണൻ അവതരിപ്പിക്കുന്ന. എങ്ങനെയുണ്ടായിരുന്നു? മറ്റു ലാംഗ്വേജുകളിലൊക്കെ പോകുമ്പോഴേക്കും ഉണ്ടാകുന്നൊരു ഇതുണ്ടോ? ഓരോ ഇൻഡസ്ട്രി ഓരോ വിധത്തിലാണ്. ചിലപ്പോൾ ഇച്ചിരി വൈഡ് ആവാം, അവര് ട്രീറ്റ് ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആവാം, കഥകളുടെ ഇന്റൻസിറ്റി ഒക്കെ മാറാം. എങ്ങനെ ഉണ്ടായിരുന്നു തമിഴ് തെലുങ്കൊക്കെ പോകുന്ന സമയത്ത്? എന്താ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് ഒരു ഭാഗ്യ എന്ന് വെച്ചാൽ അത് ഓഫ് കോഴ്സ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കുറെ വ്യത്യാസങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് ഒട്ടും ലോജിക്കലായിട്ട് തോന്നില്ല, പക്ഷെ അവിടെ അത് കംപ്ലീറ്റ്ലി നോർമൽ ആണ്. അതെ, ലാസ്റ്റില് പുലി വരിക, ഇതൊക്കെ
അവിടെ കംപ്ലീറ്റ്ലി നോർമലാണ്, ദൈവം അനുഗ്രഹിക്കുന്നത്. പക്ഷെ നമുക്ക് ഇതെന്താ അങ്ങനെ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സെറ്റിൽ ആയാലും ഇപ്പം ഇവിടെ വേറൊരു ഫീലിംഗ് ആണ്, അവിടെ വേറൊരു ഫീലിംഗ് ആണ്. ലാംഗ്വേജ് ഓഫ് കോഴ്സ് അങ്ങനത്തെ പാടോട്ടോ ഭാഷ നല്ലോണം പാടും തോന്നിക്കൽ പഞ്ചായത്ത് ഡെയിലി റൂമിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ദിവസത്തെ കാണാതെ പഠിക്കലാണ് എന്റെ ജോലി. എന്റെ ഈ എക്സാമിനൊക്കെ മുമ്പുള്ള ആ സീൻ എടുക്കുന്നവരെ ഈ ടെസ്റ്റിന് വേണ്ടി ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ കുത്തി നിറയ്ക്കുന്ന പോലെ ലൈൻസ് ഓർത്ത് വെക്കണം, അങ്ങനത്തെ ടെൻഷൻ ഉണ്ട്. മലയാളം ആകുമ്പോ നമുക്ക് അങ്ങനെ ഇല്ലല്ലോ, എന്തെങ്കിലും കയ്യിൽ നിന്നിട്ടെങ്കിലും ചെയ്യാൻ പറ്റും, ഒപ്പിക്കാലോ. അർത്ഥം മാറിപ്പോയാലും ഒരു വാക്ക് അറിയാലോ, അക്ഷരം മാറി പറയുവാണ്. പിന്നെ നമ്മളിങ്ങനെ കണ്ടിട്ടില്ലേ, നമ്മള് ഇപ്പൊ മലയാളത്തിലായാലും വേറെ ആർട്ടിസ്റ്റ് ഒക്കെ വന്ന് അഭിനയിക്കുമ്പോ ഇപ്പം വേറെ ഒരാള് ഡബ് ചെയ്യുമ്പോ അതിൽ ലിപ്സിങ്ക് ഒക്കെ ഇങ്ങനെ പോയി കിടക്കും. അപ്പൊ അതൊക്കെ കാണുമ്പോ നമുക്ക് കുറച്ച് ഓക്കമില്ല. അപ്പൊ അത് വരാതിരിക്കണം എന്ന് വിചാരിച്ചിട്ട് അതപ്പം നല്ല പണിയാ. പിന്നെ പ്രോംപ്റ്റിംഗിൽ ഒരു ചെറിയ പ്രോംപ്റ്റിംഗ് ഞാൻ തീരെ എനിക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ പ്രോംപ്റ്റിംഗിന് പോവാറുള്ളൂ. അപ്പൊ പിന്നെ തലേ ദിവസം ഇരുന്ന് പഠിച്ചു അതെ. ചിലപ്പോ മമ്മയടുത്ത് വായിക്കാൻ പറയും, മമ്മ എന്തെങ്കിലും പൊട്ടത്തരത്തിലൊക്കെ വായിക്കുമ്പോ എനിക്ക് ചിലപ്പോ ഓർമ്മ നിന്നാലോ വിചാരിച്ചു. സ്കൂളിൽ പോലും ഇത്ര പാടുമായിട്ട് പഠിച്ചിട്ടുള്ളതൊക്കെ. വേറെ രസം അറിയോ, മലയാളം വായിക്കാൻ ഇപ്പോഴും അറിയത്തില്ല. ഗൾഫിലൊക്കെ ആയിരുന്നു, 10ാം ക്ലാസ് വരെ ഗൾഫിലായിരുന്നല്ലേ? അവിടെ ഞാൻ അറബിയ പഠിച്ച കേസ്. രണ്ട് അൽക്കുത്ത് അൽഹരി മലയാളം എനിക്ക് കുറച്ചൊക്കെ ഇങ്ങനെ എന്റെ ക്യാരക്ടറിന്റെ പേരൊക്കെ എനിക്ക് ചിലപ്പോ സ്ക്രിപ്റ്റിൽ സ്പോട്ട് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ വായിക്കാൻ ചെറിയ മലയാളത്തില് അല്ല, ഞാൻ കാണാതെ പിടിക്കും. പക്ഷെ അതെനിക്ക് അവിടെ പോകുമ്പോ അവരെനിക്ക് ഓൾറെഡി ലാംഗ്വേജ് അറിയില്ലല്ലോ എന്ന് വെച്ച് ഇങ്ങനത്തെ സ്ക്രിപ്റ്റ് തരുമല്ലോ, ഈ ഇംഗ്ലീഷിലാക്കിയ. മലയാളത്തിൽ ചോദിക്കാൻ എനിക്കൊരു പേടി, കാരണം അപ്പൊ ഇത്ര നാള് ഇത് ആരോടും പറയാതെ ഞാൻ മമ്മയെ കൊണ്ട് സീൻ പേപ്പർ തരുമ്പോ ഞാൻ വായിച്ചോളാവേ എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോയിട്ട് അവിടെ കൊടുക്കും വായിക്കും. ഞാനങ്ങനെ കണ്ടുപിടിച്ചു. ഒരു ദിവസം ഞാൻ അമ്മ വായിച്ച് കൊടുക്കണു, ഇവിടെ കേട്ടോണ്ടിരിക്കണം, എന്തോ പ്രശ്നമാണല്ലോ. അത് എനിക്ക് മനസ്സിലായ മലയാളം വായിക്കാൻ അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഹരിചേട്ടാ, മലർവാടി ആർട്സ് ക്ലബ് എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക, സൗഹൃദങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ആ ഒരു ഗ്യാങ്, അവരുടെ ഓരോ സിനിമകളും, വിനീതേട്ടന്റെ സിനിമ വിനീത് യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് തന്നെ ഫീലിംഗ് മലയാള സിനിമയിലുണ്ട്. ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ചേട്ടൻ വന്നത്. ഇപ്പോഴും അവരൊരു എന്താ പറയാ, അവരുമായിട്ട് ഉള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടപ്പോഴേക്കും എപ്പോഴും ആ ഒരു പഴയ വിനീതേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള, എപ്പോഴും പുതുമകൾ ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. കളിയൊക്കെ വിളിക്കുന്നത് ഏഞ്ചൽ എന്നൊക്കെ വിളിച്ചത്, ഏഞ്ചൽ മഹാത്മാഗാന്ധി അങ്ങനെയൊക്കെ വിളിക്കുന്നത് എനിക്ക്. ശരിക്കും വിനീതേട്ടൻ എങ്ങനെയാണ്? പുള്ളി ഭയങ്കര ഒരു പുറമെ കാണുന്ന പോലെ തന്നെ, മാറ്റങ്ങളൊന്നുമില്ല. ഭയങ്കര ഞാൻ നോക്കുന്ന സമയത്ത് വിനീതൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു എന്താ പറയുക, വേറൊരു വിഷൻ ഉള്ള ഒരാളാണ്. മറ്റുള്ള ചിന്തിക്കുന്ന പോലെ അല്ലാതെ ഞാൻ ചെയ്യുന്ന സാധനം ഇപ്പൊ ഹൃദയം എന്നൊരു സിനിമ ഇറങ്ങി അത്രയും നാളില്ലാത്തൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു, പിന്നീട് അത് കണ്ടിട്ട് ഇൻസ്പയർ ആയി അതേ പാറ്റേൺ പിടിച്ച് കുറെ സിനിമകളൊക്കെ വന്നു. ഒരാൾ ചെയ്യുന്നത് ഫോളോ ചെയ്യാന്ന് പറയുന്നത് ഒരു നല്ലൊരു കാര്യം തന്നെയാണ്, പക്ഷെ അത് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് നിസ്സാര പണിയല്ല. വിനീത് എന്നൊരു ഡയറക്ടറിനെയും വിനീത് എന്നൊരു കൂട്ടുകാരനെയും ജഡ്ജ് ചെയ്യുവാണെങ്കിൽ എങ്ങനെ ജഡ്ജ് ചെയ്യും? ആക്ച്വലി വിനീതിന്റെ കൂട്ടുകാരനെക്കാളും കൂടുതൽ ഗുരു എന്ന സ്ഥാനമാണ് ഈ പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം. ജഡ്ജ്മെന്റ് ചെയ്യാനൊന്നും അല്ലല്ല, ജസ്റ്റ് പേഴ്സണലി നമ്മള് ഒരു രണ്ട് ക്യാരക്ടർ അല്ലെങ്കിൽ രണ്ട് പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ വിനീത് എന്ന ഡയറക്ടറിൽ, വിനീത് എന്ന സുഹൃത്തിലോ ഗുരുവിലോ. ഭയങ്കര സ്വീറ്റ് ആവും. അതുപോലെ തന്നെയാണ് ആ ഒരു ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു തരുന്ന ഫ്രീഡം ഉണ്ട്. അത് ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആക്ടിങ് കരിയറിനാണേലും ഒരു വളർച്ചയ്ക്കും ഒക്കെ ആയിട്ട്. അതെ. ഹരിചേട്ടന് സൗഹൃദങ്ങൾ എത്രത്തോളം കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്? എന്റെ പണ്ടുതൊട്ടുള്ള സുഹൃത്തുക്കളെല്ലാം ഇപ്പോഴും ഇതുണ്ട്. മാക്സിമം അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴും
അതേപോലെ മെയിൻറ്റെയിൻ maintain ചെയ്ത് ചെയ്തുകൊണ്ട് വലിയൊരു കാര്യമാണ്. കാരണം വലിയൊരു തിരക്കുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ടതൊക്കെ ചിലതൊക്കെ നമ്മൾ മറന്നു പോകാറുണ്ട്. അതേ കീപ്പ് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ സൗഹൃദങ്ങൾ ചോദിച്ചപ്പോഴാണ്, ഉറപ്പായിട്ട് സൗഹൃദങ്ങൾ കൊണ്ട് ഒരുപാട് ഇരട്ടപ്പേരുകൾ കാണുമല്ലോ. ഇഷ്ടംമാരുണ്ടാകും. ഒരെണ്ണം ഞങ്ങൾക്ക് വേണ്ടി പറയില്ല. ഡീസന്റ് ഇപ്പൊ കിലോലൻ ആടറങ്ങിയ ഇഷ്ടംമാരി വളരെ ലോ ക്ലാസ് ആണ് ഉദ്ദേശിച്ചത്. ലോ ക്ലാസ് പറയില്ല. എന്നാലും എപ്പോഴും ഓർക്കുമ്പോ നമുക്ക് ഫസ്റ്റ് ശരി വരുന്ന അല്ലെങ്കിൽ ആ മൊമെന്റ്സ് വരുന്ന ഉണ്ടാവുമല്ലോ. സ്കൂൾ ലൈഫിലായാലും ശരി, കോളേജ് ലൈഫിലായാലും ശരി. ഇവിടെ പറയാൻ അവിടെ പറയാൻ പറ്റുള്ളൂ. ഒരു വട്ടപ്പേര് പോലും ഇല്ല കൂട്ടുകാരും. മാവേലിന്ന് വിളിക്കുമായിരുന്നു കോളേജിൽ, സ്കൂളിൽ സംക്രാന്തിക്ക് വരുന്ന. ഞാൻ പറഞ്ഞു അയ്യ മാവേലി അന്ന് ഞാൻ വാമനൻ. വട്ടപ്പേര് പറയൂല, പറ്റൂല, മാപ്പ് പറയൂല. അപ്പം ഇപ്പൊ സിനിമകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുപാട് സിനിമകൾ വരാനായിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ പാറ്റേൺ ഒന്ന് ബ്രേക്ക് ചെയ്ത് ഇതേപോലെ ഒരു പടം എനിക്ക് വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു ചിത്രം കാണുമ്പോൾ അതേപോലത്തെ ഒരു ചിത്രത്തിൽ കഥാപാത്രം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിച്ച എന്തെങ്കിലും ഉണ്ടാവുമല്ലോ? നിങ്ങളൊക്കെ അങ്ങനെ ആഗ്രഹിച്ച ഏതെങ്കിലും കഥാപാത്ര സിനിമ ഏതെങ്കിലും ഉണ്ടോ? കുറെ ഉണ്ട്. എനിക്ക് എന്റെ ഫേവറേറ്റ് ആക്ടർ കമലഹാസനാണ്. പുള്ളിയുടെ മറ്റേ ആളോർത്താൻ, അൻപേശിയവും അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കരമായിട്ട്, അതുപോലെ വിശ്വരൂപത്തില് ട്രാൻസ്ലേഷൻ പരിപാടികളൊക്കെ അങ്ങനത്തെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എപ്പോഴെങ്കിലും? ശ്രമിക്കുന്നുണ്ട്. വീട്ടിൽ നൈസായിട്ട് ആരും കാണാൻ കണ്ണാടി. മനസ്സ് എങ്ങനെയാണ്? ഇപ്പൊ ചെറുതിലേ മുതലേ ഉള്ള ഒരു കാര്യമാണ്, ഏതെങ്കിലും സിനിമ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുറെ നാള് ക്യാരക്ടർ ആയിരിക്കും. സീക്രട്ട് ആയിട്ട് ആരും കാണാത്തപ്പോ ചുമ്മാ അങ്ങോട്ട് നോക്കി സംസാരിക്കുക, ഇങ്ങോട്ട് നോക്കി സംസാരിക്കുക. അപ്പൊ അങ്ങനത്തെ അമ്മയോടൊക്കെ ചോദിക്കും വിടമാട്ടേന്നൊക്കെ. അപ്പൊ നമ്മൾ കുറെ നേരമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കല്ലേ. അപ്പൊ ഒരു ചെറിയൊരു ടങ് ടെസ്റ്റർ പിടിച്ചാലോ? അടിപൊളിയായിരിക്കും. പറഞ്ഞു ഞാൻ പോയിട്ട് വരാം. അപ്പൊ സിമ്പിൾ ആണ്. തച്ചൻ തയ്ച്ച സഞ്ചി, ചന്തയിൽ തയ്ച്ച സഞ്ചി. പൊളിക്കും. ഇത് മറ്റേ പണ്ട് തച്ചൻ ചൊപ്പ വെച്ചതല്ല, ഇപ്പൊ സഞ്ചിയായി. ഇപ്പൊ തച്ചൻ തയ്ച്ച സഞ്ചി, ചന്തയിൽ തയ്ച്ച സഞ്ചി. സിമ്പിൾ. തച്ചൻ തയ്ച്ച സഞ്ചി. കുഴപ്പമില്ല. തച്ചൻ തയ്ച്ച സഞ്ചി, ചന്തയിൽ തയ്ച്ച സഞ്ചി. തച്ചൻ തയ്ച്ച സഞ്ചി, ചന്തയിൽ തയ്ച്ച സഞ്ചി. തച്ചൻ തയ്ച്ച സഞ്ചി, ചന്തയിൽ തയ്ച്ച സഞ്ചി. അടിപൊളി. പറഞ്ഞ ഇവിടെ തച്ചൻ തയ്ച്ച ഇതൊന്നും ഇങ്ങനെ. ഞാൻ സാധാരണ ടങ് ട്വിസ്റ്ററിൽ കുറച്ച് നല്ലതായിരുന്നു. കണ്ണു വെച്ചു തോന്നുന്നു. വെച്ചല്ലേ. തച്ചൻ തയ്ച്ച ചഞ്ചി, തച്ചൻ തയ്ച്ച സഞ്ചി. സഞ്ചി തച്ചൻ തയ്ച്ച സഞ്ചി, ചന്തയിൽ തയ്ച്ച സഞ്ചി. തച്ചൻ തയ്ച്ച സഞ്ചി. സഞ്ചി തച്ചൻ തയ്ച്ച സഞ്ചി. സഞ്ചി, ചന്തയിൽ തയ്ച്ച സഞ്ചി. തച്ചൻ തയ്ച്ച സഞ്ചി. ഇങ്ങനെ എന്നെ കൊണ്ട് പറ്റൂലേ. അയ്യോ. അപ്പൊ എന്തായാലും കൊള്ളാം. അപ്പൊ സെറ്റിൽ എങ്ങനെയായിരുന്നു? നിങ്ങളുടെ വൈബൊക്കെ എങ്ങനെയായിരുന്നു? ഇതൊക്കെ അപ്പൊ എല്ലാവരും ഇപ്പൊ ഓരോ ലാംഗ്വേജിൽ അഭിനയിക്കുമ്പോഴും അപ്പൊ എല്ലാവർക്കും ഡ്രീം ഉണ്ടോ? ഒരു ആക്ഷൻ പടം ചെയ്യാം, ഒരു ഇതുപോലെ ഫൈറ്റ് സീൻസ് ഒക്കെ അഭിനയിക്കാം, അങ്ങനെ എപ്പോഴും ഡ്രീം ചെയ്തിട്ടുണ്ടോ നിങ്ങള്? ഫൈറ്റ് സീക്വൻസ് ചെയ്തിട്ടുണ്ട് സിനിമയില്. അതെ, ഒരു പക്ക ത്രൂ ഔട്ട് ആക്ഷൻ ആയിട്ടുള്ള പടങ്ങളുണ്ട്, വയലൻസ്. ഇപ്പം കൊള്ളാന്നുണ്ട്, ആഗ്രഹമുണ്ട്. ലാസ്റ്റ് ഇപ്പം ഞാൻ കഴിഞ്ഞ കില്ലെന്ന് പറഞ്ഞ പടം ഇറങ്ങിയത് കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ കേട്ടു. കാണാൻ നോക്കി തിയേറ്റർ അടുത്തില്ല. അപ്പൊ ബോളിവുഡിലെ ജോൺ വിക്കിനെ വെല്ലുന്നൊരു പടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് റിവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ക ത്രൂ ഔട്ട് വയലൻസ് ആയിട്ടൊക്കെയുള്ള അങ്ങനത്തെ പടങ്ങൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ക ഗ്രേഡ് ആയിട്ടുള്ള. തനിക്കോ?
ആ എനിക്കും പിന്നെന്താ പേടിയുള്ളതാണ് ഇതൊക്കെ ചെയ്യൂ. അതെന്താ പാമ്പോയിട്ടല്ലോ അല്ല പാമ്പോയിട്ട് ഫൈറ്റ് വേണമെന്ന് അത് മറ്റേ വിഷയില്ലാത്ത പാമ്പ്. രക്ഷയില്ലാത്ത എടുത്തോളാം അതൊക്കെ. കുറച്ച് ചൈന ബോർഡറിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞെന്തോ ചൈന മോഡൽ പാമ്പൊന്നും ഇല്ല ഇത്. അത് പറയുമ്പോഴേ ഒരുപാട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണല്ലോ അല്ലെ. ട്രാവൽ ചെയ്ത സ്ഥലങ്ങളിൽ ഇന്ന് ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഏതായിരിക്കും? നോർത്ത് ഈസ്റ്റ്, ഹിമാചൽ, അതൊക്കെ കൽക്കട്ട, അതൊക്കെ അടിപൊളി പ്ലേസുകളാണ്. എന്താണ് അവിടെ മെയിൻ ആയിട്ട്? ഇപ്പം അരുണാചല് നമ്മള് നോർത്ത് ഈസ്റ്റ് 15,000 ഹൈറ്റിലാണ് ബോംല, ചൈന ബോർഡർ മൈനസ്. നമുക്ക് ഇവിടെ നമ്മുടെ കേരളത്തില് നമ്മള് താമസിക്കുന്ന നമ്മളെ സംബന്ധിച്ച് അതൊക്കെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് അല്ലേ, സ്നോഫോള്. അതിലൂടെ യാത്ര ചെയ്യാന്നൊക്കെ പറയുന്നത് വലിയൊരു, അതെ, യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ. തനിക്കോ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? പോയിട്ടുണ്ടോ എവിടെയെങ്കിലും? വീട്ടിൽ ഈ മുറിന്ന് അപ്പുറത്തെ മുറിയിലോ. അവളോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പരിപാടി വെച്ചപ്പോ എനിക്ക് വീട്ടില് ഒറ്റയ്ക്ക് മമ്മയുടെ കൂടെ ഇരിക്കുന്നതാണ് ഇഷ്ടം. അതൊരു കംഫർട്ടബിൾ സ്പേസ്. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ട്രിപ്പ് പോയിട്ടില്ലാന്നേ ഉള്ളൂ. ഞങ്ങള് ഫാമിലി ആയിട്ട് ഹംപി വരെ ഡ്രൈവ് ചെയ്ത് പോയപ്പോ ഞാനും ഒരു കാറ് ഡ്രൈവ് ചെയ്തു. അല്ലേ മമ്മ? തലയാട്ടിങ്ങനെ അങ്ങനെയൊക്കെ ഇഷ്ടം. പക്ഷെ ഈ പറഞ്ഞാൽ എനിക്ക് ഈ ട്രെക്കിങ് അതൊക്കെ കുറച്ച് പേടിയാ. പക്ഷെ അത് ഈ വല്ല കുന്നിന്റെ മുകളിൽ എന്തെങ്കിലും ഷൂട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെയൊക്കെ പോയിട്ടുള്ളൂ. അല്ലാതെ ഞാൻ അങ്ങനെയൊന്നും പോയിട്ടില്ല. അപ്പം അത് പറയുമ്പോൾ ഓരോ ഡയറക്ടേഴ്സിന്റെയും കൂടെയും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. പല ലെജൻസിന്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് നമുക്കൊരു എന്താ പറയുക, ഒരു എന്താ പറയുക ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്സ് ആണ്. ഒരു ഷോട്ടെങ്കിൽ നമ്മൾ അവരോട് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഷോട്ടെങ്കിൽ അവരുടെ ആക്ഷനിൽ നിന്ന് അഭിനയിക്കാൻ പറ്റിയത്, അങ്ങനെ ഒരുപാട് ഡ്രീം ഉണ്ടാവും. നിങ്ങളുടെ ഡ്രീമിൽ അങ്ങനെ വർക്ക് ചെയ്ത ഏതെങ്കിലും ഡയറക്ടേഴ്സ് ഉണ്ടോ? വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഡയറക്ടേഴ്സ് ഉണ്ടോ? ഒരുപാട് പേരുണ്ട്. പിന്നെ ഒരെണ്ണം നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന ഒരാളുണ്ടാവുമല്ലോ. ഫസ്റ്റ് സിനിമ എന്ന് പറയുമ്പോൾ നമ്മളെ ഫസ്റ്റ് മൈൻഡിൽ ലോക്ക് ചെയ്യുന്ന ഒരാൾ. പ്രിയദർശൻ സാറ്, രഞ്ജിത്ത് സാറ്, അങ്ങനെ കുറെ ഉണ്ട് ലിസ്റ്റ് എടുക്കാനാണെങ്കിൽ. ഇപ്പൊ വർക്ക് ചെയ്ത സിനിമകളിലാണെങ്കിൽ വീണ്ടും ചെയ്യാൻ ഞാൻ ജിത്തു ജോസഫ് സാറിന്റെ കൂടെ വർക്ക് ചെയ്തു. വീണ്ടും ചെയ്യണമെന്നൊരാഗ്രഹം. ഒരു സമയത്ത് ഒന്നുമില്ലായിരുന്ന സമയത്ത് ദൃശ്യം പോലൊരു സിനിമ വന്ന് ത്രില്ലറിന്റെ വേറൊരു ലെവല് കാണിച്ചു തന്ന. തനിക്കോ? എനിക്കും ഈ പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ബിഗ് നെയിംസ് എന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും പോയി കാണുന്ന സിനിമകൾ എടുക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ പ്രിയദർശൻ സാർ ആയാലും അങ്ങനെയൊക്കെ. വർക്ക് ചെയ്ത ഡയറക്ടേഴ്സ് നോക്കുമ്പോ ഇവരിൽ നിന്ന് പഠിച്ചൊരു പാഠം എന്താ, അല്ലെങ്കിൽ ഈ സാറിൽ നിന്ന് എനിക്ക് ലൈഫിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആക്ടിങ്ങിൽ എന്തൊക്കെ കരിയറിൽ എന്തൊക്കെ ചെയ്യണം എന്ന് പഠിച്ച ഒരു ലെസൺ ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഡയറക്ടർ ഉണ്ടെങ്കിൽ ആരായിരിക്കും അത്? അതിപ്പോ നമ്മൾ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് ഓരോന്നല്ലേ എടുക്കുക. ചിലവര് ഭയങ്കര പെർഫെക്ഷൻ നോക്കുന്ന ആൾക്കാരായിരിക്കും. ചിലവര് പക്ഷെ ഭയങ്കര ടൈം ബൗണ്ട് ആയിട്ട് ഭയങ്കര പങ്ക്ച്വൽ ആയിട്ട് ചെയ്യുന്ന ഡയറക്ടേഴ്സ് ആയിരിക്കും. ചിലവർ ഈ പറഞ്ഞ പോലെ ആ ഒരു ഇമോഷൻ, ആ സീനിന്റെ ആ ഇമോഷണൽ ഡെപ്തിലായിരിക്കും അവര് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഓരോരുത്തരുടെയും ഓരോന്ന്. അപ്പൊ നമുക്കൊരു 2 ദിവസം ആകുമ്പോൾ മനസ്സിലാവും എന്തായിരിക്കും ഇവരുടെ എക്സ്പെക്ടേഷൻ. നമ്മുടെ രാംഗോപാൽ വർമ്മ സാറിന്റെ ഇതെന്ന് പറയുമ്പോൾ എത്ര എക്സ്പീരിയൻസ്, അത്ര ലെജൻഡ് ഉള്ള. അപ്പൊ എങ്ങനെയുണ്ട് സാറുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു? ഒരു തെലുങ്കില് അത്രയും ഒരു പടം, അത് പൊളിറ്റിക്കൽ ആയിട്ട് റിലേറ്റഡ് പടം, എങ്ങനെയുണ്ടായിരുന്നു സാറുമായിട്ട്? സാർ ഈ പറഞ്ഞ പോലെ ഭയങ്കര എനർജറ്റിക്കാ. എനിക്കൊന്ന് സാറ് പ്രൈസ്ലെസ് ആയിട്ട് വിചാരിക്കുന്ന ഒരു കാര്യം ടൈമാണ്. അപ്പൊ എപ്പോഴും സാർ ഇങ്ങനെ പെട്ടെന്ന് എല്ലാം സ്പീഡാക്കി. എനിക്കൊന്ന് പ്രോബ്ലി സാറിന് ചിന്തകളും അത്രയും വേഗത്തിൽ വരും. ഒരു 3-4 സ്ക്രീനിന്റെ മുമ്പിൽ ഇരുന്നിട്ടാണ് ഈ പെട്ടെന്ന് ഡിസിഷൻ എടുക്കലും, ക്യാമറ ഇങ്ങനെ വെക്കണം അങ്ങനെ വെക്കണം എല്ലാം അവിടെ ഇരുന്ന് ചെയ്യും സാർ. അപ്പൊ അതൊരു ഭയങ്കര പുതിയ ക്വാളിറ്റി ആയിട്ട് തോന്നി. ഇത്രയും എന്താ ഒരു ആ ഒരു 100% മൈൻഡ് ഇട്ട് സെറ്റിൽ നിൽക്കുന്നതും. പിന്നെ സാറിന്റെ ഫ്രെയിംസ് ആണ് എപ്പോഴും എല്ലാരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് തന്നെയാണ് എനിക്ക് സെറ്റിൽ പോയപ്പോഴും തോന്നിയത്. തീർച്ചയായും. അപ്പൊ ഹരിചേട്ടാ, ഇപ്പം ആട് കാര്യങ്ങളെന്നാ പറഞ്ഞു. ഹരിചേട്ടൻ എന്ന് പറഞ്ഞാൽ മറ്റേ പേരാണ് എനിക്കറിയാം. നോക്കി ഹരിച്ചേട്ടാ വേറെ എവിടെയൊക്കെയോ പോയി. അപ്പൊ ഹരിചേട്ടാ, ആട് എന്ന സിനിമയിലോട്ട് വന്നപ്പോൾ ലോൽ എന്നൊരു കഥാപാത്രം പ്രേക്ഷകർ അത്രയും സ്വീകരിച്ചൊരു കഥാപാത്രമാണ്.
അതിലെ ക്യാരക്ടർ നോക്കിയാലും ശരി, ആട് 1 വന്നപ്പോ ഒരു ലോലനായിട്ട് വന്നു, ആട് 2 വന്നപ്പോ താടിയൊക്കെ വെച്ചിട്ട് കട്ടക്കലിപ്പുള്ള വേറൊരു കഥാപാത്രമായിട്ട് വന്നു, ആട് 3ലേക്ക് വരുമ്പോ എങ്ങനത്തെ ഒരു കഥാപാത്രം കിട്ടണമെന്നാണ് സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എങ്ങനത്തെ ഒരു കഥാപാത്രം കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചോദിച്ചാ ഫസ്റ്റിൽ താടി പഠിച്ചു, സെക്കൻഡിൽ താടി വെച്ചു, ഇടയ്ക്ക് താടി എന്തെങ്കിലും കാണിക്കാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനെന്താ ആലോചിച്ചിട്ടും കാര്യമില്ല. നമുക്ക് ആഗ്രഹിക്കാലോ ഇങ്ങനെ ഈ ആട് 3 ഈ ഒരു കഥാപാത്രം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിക്കണമെങ്കിൽ കുറച്ചുകൂടി മറ്റേ മാസമായിട്ട് അങ്ങനത്തെ ഒക്കെ സാധനം വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഒരു പഞ്ച് ഡയലോഗൊക്കെ പറഞ്ഞു. അതെ, മിഥുൻ ചേട്ടാ ആഗ്രഹങ്ങളാണ്. നരസിംഹത്തിൽ 6 വർഷത്തെ പറഞ്ഞിട്ട് 5 ഡയലോഗ് പറഞ്ഞ് അടിപൊളിയായിരിക്കൂലേ? തീർച്ചയായും അങ്ങനെ ഒരു ഇത് വരട്ടെ അല്ലേ? ഇതൊക്കെ മിഥുൻ ചേട്ടാ കേൾക്കുന്നുണ്ടെങ്കിൽ അതെ, ഈ ബാക്കി വെച്ചിട്ടുണ്ടാവും. ഒന്നും തരൂലോ. അപ്പൊ ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ പ്രോജക്ട്സ് ഏതൊക്കെയാണ്? 3-4 മൂവീസ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല, ഇറങ്ങാൻ നിപ്പുണ്ട്. പിന്നെ ഇപ്പം കറന്റ് ഒരു വെബ് സീരീസ് ചെയ്തു, ഐസ് എന്ന് പറഞ്ഞിട്ട് സോണി ലൈവിന്റെ. അങ്ങനെ നിൽക്കണം. അത് വെബ് സീരീസിലോട് കയറുവാണ്. അല്ല, എല്ലാം ട്രൈ ചെയ്യണം, തീർച്ചയായും ട്രൈ ചെയ്യണം. നമുക്ക് അഭിനയിക്കാൻ പറ്റുന്ന എന്താണേലും അതിപ്പം നാടകം പോലും ചെയ്യണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. എനിക്കും കൊറേ നാള് നാടകം ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. ഈ ആക്ടിങ്ങിന്റെ ഏറ്റവും ട്രൂവസ്റ്റ് ഫോം ആണല്ലോ അത്. ലക്ഷറീസ് ഒന്നുമില്ല, റീടേക്സ് ഇല്ല, ഭയങ്കര ഈ റോ അപ്പൊ തന്നെ റിയാക്ഷൻ അറിയാൻ പറ്റും. അപ്പൊ അത് ഒന്ന് മരിച്ചു വീഴണമെന്ന് എന്റെ ആഗ്രഹം. തലക്ക് ഏറുകൊണ്ട് മരിച്ചു വീഴണമെന്നുണ്ടോ? സ്റ്റേജിൽ മരിച്ചു വീഴും. മറ്റേ സുരാജേട്ടന്റെ ഒരു ഡയലോഗില് സ്റ്റേജിൽ മരിച്ചു വീഴണമെന്ന് എന്റെ ആഗ്രഹം. അത് പിന്നെ നാട്ടുകാർ നോക്കിക്കോളൂ. ശ്രമിക്കുന്നുണ്ടോ അങ്ങനെ നാടകങ്ങളിലോ ട്രെയിനിങ് ഡ്രാമ സ്കൂളിൽ? ഇതുവരെ ചെയ്തിട്ടില്ല. സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ചെറിയതായിട്ട് അമേച്ചർ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് പ്രൊഫഷണൽ ആയിട്ടൊന്നും നോക്കിയിട്ടില്ല. ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പണ്ടോട്ടെ ഒരു കലാകാരനായിരുന്നല്ലേ? അതെ. എങ്ങനെ സ്കൂൾ തൊട്ട് എങ്ങനെ കലാപരിപാടികളെല്ലാം ഉണ്ടോ? സ്കൂളിൽ ഇടയ്ക്ക് വല്ല ഡാൻസിനൊക്കെ ചെറുതിലേ ചേർന്നല്ലേ? അത് പഠിക്കാൻ പോകുന്നതിന്റെ പല കാലത്തൊക്കെ സ്കൂള് വലിയ കുഴപ്പമില്ല, കോളേജ് ഇറങ്ങേണ്ടിയിരുന്നു. അധികം പോവാൻ എന്ന് വെച്ചാ എക്സാം എഴുതാനൊക്കെ പോവും, പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അറ്റൻഡൻസ് തികയ്ക്കുക, അങ്ങനത്തെ സെറ്റപ്പ്. അപ്പൊ എന്തായാലും കോളേജിൽ സെലിബ്രിറ്റി ആയിരുന്നില്ല അപ്പൊ? അങ്ങനെയൊന്നുമല്ല, ഞാൻ പോകുന്ന തന്നെ രാവിലെ ബോർഡ് കണ്ട് ഇങ്ങനെ എന്താ കുന്തം പിങ്ങി പോലെ ഇരിക്കാനാണ്. കാരണം കുറെ നാൾ കഴിഞ്ഞ് പോകുന്നല്ലേ, എനിക്കൊരു പിടിയും കാണില്ല എന്താ പഠിപ്പിക്കുന്നതൊക്കെ. അവസ്ഥയായിരുന്നു അത്. ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ കോളേജ് ലൈഫ്? അങ്ങനെ കോളേജ് ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു അടിച്ചുപൊളി വൈബ്, എന്താ കുറച്ച് റാഗിങ്, അങ്ങനെയൊക്കെ ഒരു അടിച്ചുപൊളി ട്രിപ്പുകള്. മിസ്സൊന്നും ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് മിസ് ചെയ്യാറില്ല. കോളേജ് പോയാലും മിസ് ചെയ്യുന്നില്ല. അപ്പൊ എന്തായാലും സിനിമ ഇറങ്ങാൻ പോവാണ്, അപ്പൊ എന്താണ് കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാരും തിയേറ്ററിൽ പോകണം, സിനിമ കാണണം. എന്താണേലും അഭിപ്രായം തുറന്നു പറയണം. ഒരു വഴിപോക്കൻ സംവിധാനം ചെയ്ത സിനിമ ചിത്രം. ഈ സിനിമ കണ്ടിട്ട് നിങ്ങളെല്ലാരും ആരാണ് വഴിപോക്കൻ എന്നുള്ളത് അന്വേഷിച്ചറിയാൻ പിടിക്കണം. പറയൂ. എല്ലാവർക്കും എന്താ ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയൊരു പടമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഹരിച്ചേട്ടന്റെ ക്യാരക്ടറുടെ ഒരു ട്രാവലൊക്കെ നമ്മുടെ പേരൻസിനൊക്കെ ചിലപ്പം കുറെ ഇഷ്ടപ്പെടും. പിന്നെ ആ ഒരു ടൈം പീരീഡും കുറച്ച് ഒരു പഴയ കാലമായോണ്ട് അവർക്കും ബോറടിക്കാതിരുന്ന് കാണാം. അപ്പൊ എല്ലാരും തിയേറ്ററിൽ ഫാമിലി ആയിട്ട് പോവുക, വഴിപോക്കൻ ആരാന്ന് അന്വേഷിക്കുക, ഞങ്ങളെ അപ്പൊ എന്തായാലും സിനിമ വലിയൊരു വിജയമാകട്ടെ. ആരാണ് വഴിപോക്കെന്ന് പ്രേക്ഷകർ കണ്ടുപിടിക്കട്ടെ. അപ്പൊ ഇനി ഒരുപാട് പടങ്ങൾ നിങ്ങളെ കാണാൻ സാധിക്കട്ടെ. ഇനിയും ഒരുപാട് ഇന്റർവ്യൂസിൽ എനിക്ക് കാണാൻ സാധിക്കട്ടെ. കാണണ്ടേ? പിന്നെ അടുത്ത ആളാണ് ഭാവി ഭർത്താവിനെ പറ്റിയുള്ള അപ്പോഴേക്കും ഒരു തീരുമാനമാവും. തീരുമാനാക്കാം. പ്രതീക്ഷ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പൊ സിനിമ വലിയൊരു വിജയമാകട്ടെ. എത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിനെ താങ്ക് യു സോ മച്ച്. താങ്ക് യു.